എട്ടുമുക്കാൽ എന്ന് പറയുന്നത് ഒരു നാടൻ പ്രയോഗമാണ്. ഈ 8.25 അട്ടി വെച്ച അത്രയും പറഞ്ഞാൽ എന്താ അർത്ഥം? അതൊരു കാറ്റ് വന്നാൽ തന്നെ വീണു പോകും. മനസ്സിലാക്കണം. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഞാൻ ഇരിക്കുമ്പോൾ കാണുകയാണ് ഈ ഭാഗത്ത് അവിടെയുള്ള വാച്ച് ആൻഡ് വാർഡ് ഇങ്ങനെ നിൽക്കുമ്പോൾ അവരെ പോയി ഒരു വനിതാ വാച്ച് ആൻഡ് വാർഡിനെ തള്ളുകയാണ്, ബലമായിട്ട് തള്ളുകയാണ്. മറ്റൊന്ന് കാണുന്നത് ഈ വാച്ച് ആൻഡ് വാർഡിനെ ഇങ്ങനെ അമർന്നിരുന്നു കൊണ്ട് പിടിച്ചു വലിക്കുകയാണ് ഇങ്ങോട്ട്. ആ ചെയ്യുന്നത് നല്ല ആരോഗ്യമില്ലാണ് ആദ്യം ചെയ്യുന്നത്. പിന്നെ ചെയ്യുന്നത് ഒരാള് ആരോഗ്യം തീരെ ഇല്ലാത്ത ഒരാളാണ്. അയാളാണ് ഈ പറഞ്ഞ ഒരു ഊതൽ ഊതിയാൽ വീണു പോകുന്നയാളാണ്. ഈ പറയുന്നവരെല്ലാം നല്ല ആരോഗ്യമുള്ളവരാണല്ലോ, പക്ഷെ അവര് നിശബ്ദ ജീവികളല്ലേ അവിടെ, അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അവരെ പോയിട്ട് ഉപദ്രവിക്കുകയാണ്, ആക്രമിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരാൾ എന്തുകൊണ്ടാണ് ആക്രമിച്ചത്? അതാണ് ഞാൻ പറഞ്ഞ പ്രശ്നം നിയമസഭയിൽ. ആ ആക്രമിക്കാൻ കഴിഞ്ഞത് നിയമസഭയുടെ പരിരക്ഷ നിയമസഭാംഗമെന്ന നിലയിലുണ്ട്. അപ്പോൾ വേണ്ടത്ര ആരോഗ്യമില്ലാത്ത ഒരാളടക്കം ആക്രമിക്കാൻ പോവുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞതിന്റെ പൊരുൾ. പിന്നെ നിങ്ങൾ ഞാൻ പറഞ്ഞത് കേൾക്കുന്നു. നിങ്ങൾ പറയാം അതിന്റെ ഇടക്ക് പറഞ്ഞാൽ ശരിയാവും. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണ്ടേ? ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ പറഞ്ഞത് ഇതാണ്. പക്ഷെ ഇന്നലെ ഞാനത് നമ്മുടെ ഏതോ ഒരു മന്ത്രിയെ കാണാൻ വേണ്ടി പോകുമ്പോൾ നിങ്ങൾ ചിലർ ഇതേപോലെ ആടെന്ന് വിളിച്ച് ചോദിക്കുന്നത് കേട്ടു. അല്ല, നിങ്ങൾ നജീബ് കാന്തപുരത്തെയാണോ പറഞ്ഞത്? നജീബ് കാന്തപുരം നല്ല ആരോഗ്യമുള്ള ആളല്ലേ? അയാൾ ഉയരം കുറഞ്ഞിരുന്നല്ല, നല്ല ആരോഗ്യമുള്ള ആളല്ലേ? ആരോഗ്യമില്ലാത്ത ഒരാളെയാണ് ഞാൻ ഉദ്ദേശിച്ചത്.